ഇതിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് ബജ്ജി ജമ്പുണ്ട്. ഇത് ഹൈസ്റ്റ് ഹൈ ജമ്പ് എന്നൊക്കെയാണ് പറയണേ. നേരെ താഴോട്ട് ചാടും തോന്നും. ഇപ്പോഴത്തെ ചാടിയായിരുന്നു, പക്ഷെ നമ്മൾ വന്നു അപ്പോഴത്തേക്ക് ലേറ്റായി. താഴെ ഒരു ബ്ലൂ ഇതല്ലേ, അവിടെ ആയിരിക്കും ചെല്ലുന്നത്. ഞാൻ ചാടുകയാണെങ്കിൽ കാണാം. ഇത് ആൾ വരുന്നുണ്ടോ? ആ സാധനത്തിന് മേളിൽ കൊണ്ടുപോകുമോ? കയറിയത് വേറെ അല്ലേ? ഒത്തിരി പാലങ്ങളുണ്ട്. എനിക്ക് അങ്ങേറ്റത് വലിയ പാലത്തെ കൂടെ അതുപോലെ തന്നെ പല പാലങ്ങളുണ്ട്. 2-3 പാലം ഉണ്ടായിരുന്നു ഇവിടെ എത്താൻ. ഇത് വേറെ വലിയ പാലമാണ്. റെക്കോർഡിംഗ് ആണോ? നമ്മൾ ഹോങ്കോങ്ങിൽ നിന്ന് ഇവിടെ വന്നപ്പം ആണെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് നാളെ രാത്രി മറ്റന്നാൾ രാത്രി പകൽ വരെ ഉള്ള ചെക്കൗട്ട്. പക്ഷേ നാളെ ഞങ്ങൾ പോകണം. നാളെ രാത്രി ഞങ്ങൾ വെളുപ്പിനെയുള്ള ഫ്ലൈറ്റ്. വെളുപ്പിനെയാണ് ഫ്ലൈറ്റ്. 8 മണിക്ക്. വെളുപ്പിനെയല്ല, പക്ഷെ നമ്മൾ ലേറ്റ് ആവുമ്പോൾ അവിടെ നമ്മുടെ ഹോട്ടൽ അവിടെ കാണുന്നത്. നമ്മുടെ ഹോട്ടൽ അവിടെ കാണാം. അവിടെ ഒരു ഐലൻഡ് പോലെ ഇങ്ങനെ റിക്ലൈൻ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ നേരത്തെ വെള്ളമുണ്ട് ഇപ്പോഴും. അതിലെ ഒന്നും പറഞ്ഞുകൊണ്ട് എഴുതുന്നത് നീ എടുക്കുന്നതിനാ? എടുക്കാൻ പാടില്ല. ഇത് ലക്കിയായിട്ട് കുക്കിടുന്നതാണ്. നമ്മൾ കണ്ടില്ലേ ലോക്ക് കുക്കിടുന്നോടത്തെ. ബെൻസൺ, ഇന്ത്യ, ബ്രാവൺ, വെസ്റ്റേൺ ബെറ്റ് പോരിങ്ങോട്ടെ. Love, health and happiness for our sweet kittens, Cooper, Olive and Cedric. അവിടെ നിന്ന് മേളിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണേ. ഉണ്ടോ? നമുക്ക് ഇതിവിടെ സ്ക്രീനിൽ കാണാം. പുള്ളിക്ക് നല്ല പരിചയം. ഇതിനു മുമ്പ് കയറിയിട്ടുള്ള ആളോ? ആ ചെക്കനെ ചാടാൻ പോണേ. ഇത് നമ്മുടെ നാട്ടിലോട്ട് പറഞ്ഞത്. പൊക്കത്തിൽ നിന്ന് ചാടുന്ന ഏറ്റവും വലിയ ആ സൈഡിൽ അതായിട്ട് ഒക്കെ കാണാൻ പറ്റും. ചാടാൻ പോവാണേ. ഇവിടെ തന്നെ അല്ലേ? ഓക്കെ, ആയിട്ട് ഞാൻ ആൾക്കാരെ അതുവഴി താഴോട്ട് വീടായിരിക്കാം. താഴോട്ട് ഫോട്ടോ എടുക്കാൻ ഇവിടുന്നാണ് ജമ്പ് ചെയ്യുന്ന ആൾക്കാർ.
ആ മെഷീനൊക്കെ ഇവിടെ. ചാടാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ടോ? ഇതുണ്ട് ആൾക്കാർ കയറാൻ വേണ്ടി. ഇവരുടെ ഡ്രസ്സിങ്ങൊക്കെ കയറാൻ റെഡിയാവാണ് ഓരോരുത്തർ. ഇത് അവരങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇത് താഴുണ്ടോ? ഇല്ല, അങ്ങനെയാണ് താഴോട്ട് പോകുന്നത് അല്ലേ? ഈ പൊസിഷനിൽ അതായിട്ട് പോകുന്നു. എന്തൊക്കെ അസുഖങ്ങളെല്ലാം മാർക്കിട്ടു. എല്ലാ അസുഖം ഉണ്ടതെല്ലാം മാർക്കിട്ടു. ഈ ഒരു ഇതിലാണ് ഇവിടെ റോൾ ചെയ്യുന്ന ഈ ട്രെയിൻ, സ്റ്റീൽ ട്രെയിൻ. ഇത് ലൂസാകുമ്പോഴാണ് താഴോട്ട് പോകുന്നത്. ഉണ്ടോ? ഇവിടെ ഇങ്ങനെ റോൾ ചെയ്ത് അതിൻ്റെ താഴെ വരെ എത്തുന്ന വരെയുള്ള ലെങ്ത് ഉണ്ട് ഇതിന്. പക്ഷെ ചെറിയ ക്യാമറ ചെരിഞ്ഞിരുന്നു. ചെറിയ പയ്യനെ അവന് ഇറങ്ങണമെന്നുണ്ടല്ലോ, അവന് പേടിയാവില്ലേ? ചാടുന്നില്ലായിരിക്കും, ചിലപ്പോൾ ഫോട്ടോ എടുക്കാനായിരിക്കും. ഒബ്സർവേഷൻ ഡെസ്കിലാണ് അങ്ങോട്ട് ചാടി. താഴ്വശം ഭയങ്കര കുഴിയാണ്. അങ്ങനെ വേണേൽ നിർത്തി വേണേൽ ഫോട്ടോ എടുക്കും. ഇഫ് യു ആർ വില്ലിങ്. ഇതിനാണ് പറയുന്ന പ്രാന്തം. എന്റെ ദൈവം, മേലിലതിങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ തൂങ്ങി കിടക്കും.
അകത്ത് തൂങ്ങി കിടന്നോളും. പക്ഷേ ധൈര്യം വേണം ഇവിടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ. ബിക്കോസ് ഇറ്റ്സ് ഡൗൺ ദർ ദാറ്റ് മച്ച്. അത്ര ആഴമുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. ഇതുണ്ട്, ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, മക്കാവ് മുഴുവൻ കാണാം. മൗണ്ടൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. എവിടെ പോവാ? എവിടെ പോവാ? ഒബ്സർവേഷൻ ഡെസ്കിലല്ലേ? എവിടെയാ? ടോപ്പ് ഓഫ് ദി വേൾഡ്. ഹോങ്കോങ്ങിലാ? മക്കാവോ ആണോ? ദ ഹയസ്റ്റ് ബിൽഡിംഗ്. മഴക്കാറുണ്ടോ ഇങ്ങനെ വരുന്നത്? മിക്ക ക്ലൗഡിയാ ആകാശം. ക്ലൗഡ്സ് ഇങ്ങനെ വന്ന് എനി ടൈം മഴ പെയ്യും. കൊച്ചു പിള്ളേർ വരെ കയറുന്നതിന്. താഴോട്ടുള്ള ഇത് കണ്ടോ, ഈ ഇതിൻ്റെ അവിടെ വന്നിന്ന് ഫോട്ടോ എടുക്കും. കൊണ്ടു ആ ചെറുക്കനെ അകത്തേക്ക് എത്തി അവിടെ നിർത്തി ഫോട്ടോ എടുക്കാൻ. ആ കൊച്ചല്ലേ ഫോട്ടോ എടുക്കുക. ഇതും ഒരു ഹോട്ടലും ഗ്യാസിനും കൂടെ കൂടിയാണ് അല്ലേ? ഹോട്ടലും ഗ്യാസിനും ഒരു ഹോട്ടലാ അത്. വരുന്ന വഴി നമ്മൾ കണ്ടായിരുന്നു. നീ പറഞ്ഞല്ലേ പിന്നെ നമ്മുടെ ടാക്സിയിൽ ഇങ്ങനെ വന്നപ്പം അതിന്റെ പേര് വായിച്ചു ഓർക്കുന്നുണ്ടോ? ട്രഷർ ഐലൻഡ് ഒരെണ്ണം, യോഹോ ട്രഷർ ഐലൻഡ്. നമ്മളെങ്കിൽ ഈ ബ്രിഡ്ജ് കയറിയാ വന്നുള്ളൂ. തിരിച്ചങ്ങോട്ട് പോകണം. ഇതെല്ലാം കാശ്മീർ സമയത്ത് ഹോട്ടൽ പോലെ കാണുന്നൊക്കെ. ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ് ഇത് ഇൻ ദ വേൾഡ്. ഇത് ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവിലോട്ടുള്ള ഇതാണ് ലോങ്ങസ്റ്റ്. ഞങ്ങൾ ഇതുവഴിയാണ് വന്നത്. അവിടുന്ന് ഈ ബ്രിഡ്ജ് അങ്ങോട്ട് ടേൺ ചെയ്ത് അങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. ഗോയിങ് ടു സ്റ്റിൽ ദാറ്റ് എൻഡ്. അതാണെങ്കിൽ ഹോങ്കോങ് അങ്ങോട്ട് ആയിരിക്കും. അങ്ങനെയാണ് മക്കാവിൽ വന്ന് ഇവിടെ എല്ലാം കണ്ടു. ഇപ്പോൾ ഒബ്സർവേഷൻ ഡെസ്കിൻ്റെ മേളിൽ ഇങ്ങനെ നിൽക്കുക. കുറേ നേരം നിന്നല്ലേ? കുറേ നേരം നിന്നു. ആൾക്കാരെന്താ കാണിക്കണമെന്ന് കാണുന്നത്. ഇവിടുന്ന് വന്ന് പോകാൻ തോന്നുന്നില്ല. അതുപോലെ നല്ല വ്യൂ ആണ് ഇവിടെ എല്ലാം. എനിക്ക് ആ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ? ബിൽഡിങ്ങൊക്കെ കണ്ട ടോപ്പിൽ നിന്ന് കാണുമ്പോൾ മൊത്തം മക്കാവ് ശരിക്കും കാണാം. ഹോങ്കോങ്ങിലുള്ള ബ്രിഡ്ജ് അവിടെ ഇങ്ങനെ നേരെ കാണാൻ. ഐ തിങ്ക് ദ ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ് എന്ന് പറയാം.
വണ്ടിയൊക്കെ പോകുന്നതാണ്, കാറുകളും ബസ്സൊക്കെ പോകുന്നതാണ് ചെറുതായിട്ട്. ഇവിടെ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് പോകാൻ റെഡിയാണ്. മ്യൂസിക് എല്ലാം ഉറക്കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം നമ്മൾ കട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. നല്ല ഉറക്കമാണ് മ്യൂസിക് വെച്ചേക്കുന്നത്. ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ പോവും. കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു. ഇവരെല്ലാം ബക്കി ജമ്പ് ചെയ്യുന്ന കണ്ടിട്ട് നിൽക്കുമായിരുന്നു. അന്നേരം വീഡിയോ ഇറങ്ങിയിട്ട് വന്നതോ അതിനോട് വന്ന് തിരിച്ച് എനിക്ക് ഫോട്ടോയും വീഡിയോയും ഇവിടെ വന്ന് കളക്ട് ചെയ്യണം. മ്യൂസിയം ഓഫ് മക്കാവ് അകത്ത് കാര്യമായി $1 മാത്രമേ കൊടുക്കൂ. അവർ മക്കാവ് കറൻസി മാത്രമേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ അതില്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ചെറിയ ചാർജേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഹോങ്കോങ് ഡോളർ കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്തില്ല. ഇതിന് ചാർജ് മക്കാവിൻ്റെ ഇതിന് ഇത് വില കുറവാണ് തോന്നുന്നു. ഒത്തിരി പൈസ നമുക്ക് വേണ്ടി വരും. ഇത് നോക്കി ഒരു ഫോട്ടോ ആയിട്ട് താഴോട്ട് എഴുതാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ബിൽഡിങ്ങുകളെല്ലാം കിട്ടുന്നുണ്ടോ? സാമ്പാർ ഡീപ്പിക്കുകയാണ്. രണ്ടുപേര് തള്ളയും രണ്ടുപേരും കൂടിയിട്ട് പിള്ളേർക്ക് പകരം ഉള്ളടക്കാൻ തോന്നുന്നു. അപ്പച്ചനോ അമ്മച്ചിയാ, പിള്ളേരൊന്നും കൂടെയില്ലെന്ന് തോന്നുന്നു. 5 എണ്ണം 2 ഇങ്ങനെ കല്ലപ്പെട്ടിയുടെ എടുത്ത് വളർത്തുന്നവരുണ്ട്. അതൊന്നുമല്ല, ഇത് നല്ല പട്ടികളാണ്. എന്തോ അതിനെല്ലാം സേവ് ചെയ്തേക്കോ. ഇതുണ്ടോ? ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഈ ടിൻ ഫുഡില്ലേ, ബീൻസ് നമുക്ക് കിട്ടുന്ന റെഡ് ബീൻസ് ഒക്കെ അതുപോലത്തെ ഒക്കെ എൻ്റെ മടിയിൽ അടിച്ച് ഓപ്പൺ ചെയ്യുന്ന